കോവിഡ് മഹാമാരി ഇന്ത്യയിൽ നിന്ന് കവർന്നെടുത്ത ജീവനുകൾ, ആ കാലഘട്ടത്തിൽ തന്നെ ആ നമ്പറിനെ പറ്റി, എത്ര പേർ മരിച്ചു കോവിഡ് മുഖാന്തരം എന്നതിനെപ്പറ്റി പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് അതുപോലെ തന്നെ പല സംസ്ഥാന ഗവൺമെൻറ്റുകളും അവനവൻ്റെ പ്രവർത്തന മികവിൻ്റെ ഫലമായി കുറച്ചു പേരെ കോവിഡ് വഴി മരിച്ചുള്ളൂ എന്ന് കാണിക്കാനുള്ള തത്രപ്പാടിൽ കണക്കുകൾ വെട്ടിച്ചുരുക്കി മരിച്ചവരുടെ എണ്ണം കുറച്ചു കാണിച്ചു എന്ന വിമർശനം ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യ പാർലമെൻറ്റ്, അതായത് കോവിഡ് വേണ്ടി അടച്ചിട്ടിരുന്ന ഇന്ത്യൻ ഇക്കോണമിയെ തുറന്നതിന് ശേഷം ആദ്യ പാർലമെൻറ്റ് മീറ്റിങ്ങിൽ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് 4 ലക്ഷത്തി, അതായത് 5 ലക്ഷത്തിൽ താഴെ പേർ മാത്രമേ ഇന്ത്യയിൽ കോവിഡ് വഴിയായിട്ട് മരിച്ചിട്ടുള്ളൂ. കോവിഡിനെ സമർത്ഥമായിട്ട് പിടിച്ചു നിർത്താൻ, തടഞ്ഞു നിർത്താൻ ഇന്ത്യക്കായി എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ അമേരിക്കയിൽ നിന്നുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു അന്താരാഷ്ട്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വാഷിങ്ടൺ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ പേര് ഞാൻ മറന്നുപോയി, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട കണക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നു. 39 ലക്ഷത്തിനും 49 ലക്ഷത്തിനും ഇടയിൽ ആൾക്കാർ ഇന്ത്യയിൽ കോവിഡ് മുഖാന്തരം മരിച്ചു എന്നായിരുന്നു അവർ പറഞ്ഞ കണക്ക്. അവർ ആ കണക്ക് പുറത്തുവിട്ടതിന് ശേഷം പഠനം നടത്തിയ രീതി വളരെ ശാസ്ത്രീയമായ രീതിയായിരുന്നു. ഇന്ത്യയിലെ കണക്ക് അതുകൊണ്ട് ആരും വിശ്വസിച്ചില്ല. തന്നെയുമല്ല, ഇന്ത്യയിൽ സംഭവിച്ചത് എന്ത് എന്ന് ഓർത്തെടുക്കുന്നവർക്കറിയാം 5 ലക്ഷത്തിലൊക്കെ വളരെ വളരെ കൂടുതൽ പേരാണ് ഇന്ത്യയിൽ മരിച്ചതെന്ന്. കാരണം നമുക്കറിയാം, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ പോലും ലഭ്യമല്ലാതെ, പ്രാഥമിക ചികിത്സ പോലും ഈ കോവിഡ് രോഗികൾക്ക് ലഭിക്കാതെ, അതിനെതിരായിട്ട് എടുക്കേണ്ട വാക്സിനേഷൻ പോലും എടുക്കാൻ കഴിയാതെ മരിച്ച ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. അനാഥ മൃതദേഹങ്ങൾ ഗംഗയിലൂടെ ഒഴുകി നടക്കുന്നത് എത്രയോ നാം കണ്ടു ആ നാളുകളിൽ. അപ്പം അത് കാണിക്കുന്നത് വളരെയധികം മരണം ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് 5 ലക്ഷത്തിൽ താഴെ എന്ന കണക്കുമായി പാർലമെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ പഠന കേന്ദ്രം, വാഷിങ്ടൺ ബേസ്ഡ് ആയിട്ടുള്ള പഠന കേന്ദ്രം പുറത്തുവിട്ട 39 ലക്ഷം മുതൽ 49 ലക്ഷം വരെ ഇന്ത്യക്കാർ മരിച്ചിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അതേ പഠന കേന്ദ്രം തന്നെ പറഞ്ഞത് കേരളത്തിൽ 7000 താഴെ ആൾക്കാരെ മരിച്ചിട്ടുള്ളൂ എന്നാണ് അന്ന് ഗവൺമെൻറ് അവകാശപ്പെട്ടിരുന്നത്. നമുക്കൊക്കെ അറിയാം, ആരോഗ്യ മന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ അല്ല അന്ന് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നത്. അതായത് ഈ കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നത് മറ്റ് ചില ശക്തികളെ കൊണ്ടാണ് ഗവൺമെൻറ് അത്തരം സർട്ടിഫിക്കറ്റ്സ് കൊടുപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമായിരുന്നു ഇത് കോവിഡ് മരണം ഒളിച്ചു വയ്ക്കാനുള്ള പരിപാടിയാണ്, വളരെ കേമത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മാർഗമാണ് ഇങ്ങനെ ഈ കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട മേധാവികൾ നടത്തുന്നതിന് പകരം മറ്റൊരു ശക്തിയെ കൊണ്ട് ചെയ്യിക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ശക്തിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ US സ്റ്റഡി എന്താണ് പറഞ്ഞത്, കേരളത്തിൽ 7000 എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്, 25,000-നോടടുത്ത് കോവിഡ് രോഗികൾ കേരളത്തിൽ മരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ ഇത്രയും കോൺട്രവേഴ്സ്യലായ ഇഷ്യൂ വന്നപ്പോൾ ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ, ദ ഹിന്ദു ന്യൂസ് പേപ്പർ, ദ ഹിന്ദു തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് മരണ സ്റ്റഡി നടത്തി. അപ്പോൾ ആ കോവിഡ് മരണ സ്റ്റഡി, അതായത് US പഠന ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂണ്ടിക്കാട്ടിയ രീതി, മെത്തഡോളജി ഫോളോ ചെയ്താണ് ഹിന്ദു സർവേ നടത്തിയത്. അപ്പോൾ അങ്ങനെ ഹിന്ദു സർവേ നടത്തിയപ്പോഴും ആ US പഠന കേന്ദ്രം പറഞ്ഞ അതുപോലെ തന്നെ വലിയ നിരക്കിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയായിരുന്നു ഹിന്ദുവിൻ്റെ പഠനം. മറ്റതുപോലെ പല ന്യൂസ് പേപ്പറുകളും അല്ലെങ്കിൽ പല ഏജൻസികളും ഇന്ത്യയിൽ പഠനം നടത്തി കാണണം. എനിക്കാവൂ ഈ ഹിന്ദു പറഞ്ഞതുപോലെ, അതായത് ഏതാനും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ 5 ലക്ഷത്തിൽ താഴെ എന്ന് പറഞ്ഞ് അധികം താമസിക്കുന്നതിന് മുൻപ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ആ കണക്കുകളെ വെട്ടി നിരപ്പാക്കിക്കൊണ്ട് അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ പേർ ഇന്ത്യയിൽ മരിച്ചിരിക്കുന്നു. അപ്പം ഈ മരിച്ചവർക്കൊക്കെ ഒരു ഓണറേറിയം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായി സുപ്രീം കോടതി കണക്ക് പറഞ്ഞു. സുപ്രീം കോടതി മാൻഡേറ്റ് ചെയ്തു, നിർബന്ധമായും അവർക്ക് ഒരു ഓണറേറിയം കൊടുത്തിരിക്കണമെന്ന്. അങ്ങനെ തീരുമാനമായപ്പോഴേക്കും കൃത്യമായിട്ട് ഈ കോവിഡ് മുഖാന്തരം മരിച്ചവരെല്ലാം മുൻപോട്ട് വന്നു.
അങ്ങനെ വന്നപ്പോൾ ഈ കണക്കുകളൊക്കെ പൊളിഞ്ഞു. കേരളത്തിൽ തന്നെ ഗവൺമെൻറ് കണക്കുകൾ പൊളിഞ്ഞു എന്നുള്ളതിന് ഇക്കണോമിക് റിവ്യൂ തന്നെ സാക്ഷ്യം. 70,000-ത്തിലധികം പേർക്ക് ഈ ഓണറേറിയം, സുപ്രീം കോടതി വിധിച്ച ഓണറേറിയം കൊടുത്തതായിട്ട് ഇക്കണോമിക് റിവ്യൂ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് എന്നിട്ടും ഒരുപാട് പേർക്ക് കിട്ടിയില്ല. അതായത് അവർക്ക് കോവിഡ് കൊണ്ട് മരിച്ചു എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട്. കോവിഡിൻ്റെ അനന്തര ഫലങ്ങളായിട്ട് തുടർച്ചയായിട്ട് അസുഖം വന്ന് മരിച്ചവരെയും ഈ ഗണത്തിൽ പെടുത്തേണ്ടതാണ്. ഈ പറയപ്പെട്ട പഠനങ്ങളെല്ലാം അങ്ങനെ പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പെടുത്താത്തത് കൊണ്ട് മാത്രം ഈ ഓണറേറിയം നഷ്ടപ്പെട്ട ഒരുപാട് മലയാളികളുണ്ട്, പ്രവാസി മലയാളികളുണ്ട്. അതായത് പ്രവാസത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, കോവിഡ് വന്നിട്ട് ആദ്യ നാളുകളിലൊക്കെ ഇങ്ങോട്ട് കോവിഡുമായി വന്നാൽ അല്ലെങ്കിൽ കോവിഡ് ഉള്ള സ്ഥലത്ത് നിന്ന് വന്നാൽ ഇവിടെയും കോവിഡ് വ്യാപനം വളരെ ഗുരുതരമാകും എന്ന് പറഞ്ഞ് അത്തരക്കാരെ ഇങ്ങോട്ട് വരാൻ നമ്മളെപ്പോഴും ഊറ്റം കൊള്ളുന്നതാണ് പ്രവാസി പണം. നമ്മുടെ GSDPയുടെ 32% വരുന്നു. അവരാണ് നമ്മളെ തീറ്റിപ്പോറ്റുന്നത്, നമ്മുടെ സമ്പദ്ഘടനയുടെ ബലമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവിടെ കൊറോണ ബാധിച്ച് അവരെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തി ബന്ധപ്പെട്ടവരുടെയും വീട്ടുകാരുടെയും സ്നേഹ സൗഹാർദ്ദങ്ങളോടുകൂടി കഴിയണം, മരിക്കുന്നെങ്കിൽ ഇവിടെ മരിക്കണം എന്ന് വിചാരിച്ച് പ്രവാസി മലയാളികൾ ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് യാതൊരു സൗകര്യവും ചെയ്തു കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവരുടെ വരവിനെ നിരുത്സാഹപ്പെടുത്തി, അതായത് പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അവരെപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? അതായത് കേന്ദ്ര ഗവൺമെൻറ് വന്ദേ ഭാരത് പ്ലെയിനുകൾ അനുവദിച്ചതിന് ശേഷമാണ് മറ്റ് പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർക്ക് കോവിഡ് ബാധിച്ചുകൊണ്ട്, കോവിഡ് കൊണ്ടും കോവിഡ് ഇല്ലാതെ കൊണ്ടും ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റിയത്. അപ്പം കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കള്ളക്കണക്കുകളാണ് അന്ന് വ്യാപിച്ചിരുന്നത്. ആ കള്ളക്കണക്കുകളാണ് വ്യാപിച്ചിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അടുത്ത നാളിൽ സയൻസ് അഡ്വാൻസ്ഡ് ജേണലിൽ വന്ന ഒരു പഠന റിപ്പോർട്ടാണത്. അപ്പോൾ ആ ഇടയ്ക്ക് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അമേരിക്കൻ സ്റ്റഡി പുറപ്പെടുവിച്ചതിനു പോലെ അതിനോടടുത്തു വരുന്ന തരത്തിലുള്ള കണക്കുകൾ തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇന്ത്യയിൽ സംഭവിച്ച മരണത്തിൻ്റെ കാര്യമെടുത്തപ്പോൾ അംഗീകരിച്ചത്, ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. ഈ അടുത്ത കാലിൽ അന്ന് മുതലേ നടത്തിയിരുന്ന പഠനം ഈ അടുത്ത കാലത്ത് പുറത്തു വരുന്ന ഒന്നുണ്ട്. അതായത് സയൻസ് അഡ്വാൻസ്ഡ് ജേണലിൽ ഒരു ദീർഘമായ പഠനം വളരെ ആധികാരികമായി നടത്തി. ആ പഠനം പറയുന്നത് ഇന്ത്യ പറഞ്ഞതിനേക്കാൾ 8 മടങ്ങ് വ്യക്തികൾ കോവിഡ് മുഖാന്തരം ഇന്ത്യയിൽ മരിച്ചു എന്നാണ്. അപ്പം നമുക്കറിയാം, ആ പറയുന്ന 8 മടങ്ങ് എന്ന് പറയുമ്പം 4 ലക്ഷം എന്ന് മോദി ഗവൺമെൻറ് അംഗീകരിക്കുന്നെങ്കിൽ അതിൻ്റെ 8 മടങ്ങ് എന്ന് പറയുമ്പോൾ 32 ലക്ഷമായി. 5 ലക്ഷം എന്ന് മോദി ഗവൺമെൻറ് അംഗീകരിക്കുന്നുവെങ്കിൽ അതിൻ്റെ 8 ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 40 ലക്ഷമായി. അപ്പോൾ ആ US സ്റ്റഡി സെൻറ്റർ പറഞ്ഞതുമായിട്ട് അടുത്ത് വരികയാണ്. 39 ലക്ഷം മുതൽ 49 ലക്ഷം വരെ പേർ ഇന്ത്യയിൽ മരിച്ചു എന്നാണ് ആ സ്റ്റഡി രേഖപ്പെടുത്തുന്നത്. അതിനോട് അടുത്ത് വരികയാണ് നമ്മുടെ ഈ അഡ്വാൻസ്ഡ് സയൻസ് ജേണലിൻ്റെ പഠനത്തിലും വരുന്നത്. അതിനോടടുത്തെന്നല്ല, അത് ശരിവെക്കുകയാണ്, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കോവിഡ് മരണം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇത്രയധികം കോവിഡ് മരണം ഇന്ത്യയിൽ ഉണ്ടായത്? എന്തുകൊണ്ടാണ് മുഖം മിനുക്കാൻ വേണ്ടി ശക്തമായ ഒരു ആരോഗ്യ സംവിധാനം ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ലോക രാഷ്ട്രങ്ങളുടെ മുൻപിൽ ഞെളിയാൻ വേണ്ടി അല്ലെങ്കിൽ മുഖം മിനുക്കാൻ വേണ്ടിയാണ് കള്ളത്തരം പറഞ്ഞത്, സ്റ്റാറ്റിസ്റ്റിക്സിനെ വളച്ചൊടിച്ച് കള്ളത്തരം പറഞ്ഞത്? ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഏത് ഡേറ്റയെയും വളച്ചൊടിക്കുക. അതിന് സാധാരണ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത് ഡേറ്റ കുക്കിംഗ് എന്നാണ്. അതായത് യഥാർത്ഥ ഡേറ്റയെ വളച്ചൊടിച്ച് കൊന്നുകളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള ഡേറ്റ സൃഷ്ടിച്ചെടുക്കുക. അതിനെയാണ് ഡേറ്റ കുക്കിംഗ്, ഡേറ്റ പാചകം എന്ന് വേണമെങ്കിൽ മലയാളത്തിലേക്ക് പറയാം. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. അങ്ങനെ സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 39-49 ലക്ഷത്തിനിടയ്ക്ക് ആൾക്കാർ മരിച്ച രാജ്യത്ത് 5 ലക്ഷത്തിൽ താഴെയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അന്ന് മോദി ഗവൺമെൻറ് ശ്രമിച്ചു. ഇപ്പോഴും ആ ശ്രമം, അതായത് ഈ അഡ്വാൻസ്ഡ് സയൻസ് ജേണലിൽ ഈ പഠന ഫലം വന്നതോടുകൂടി അത് ശുദ്ധ അസംബന്ധമാണ്, ഇവിടെ നടത്തിയത് വളരെ കൃത്യമായ പഠനമാണ് എന്ന് പറഞ്ഞ് വാശിയോടെ സയൻസ് ജേണലിൽ വന്ന പഠനത്തെ നിഷേധിക്കുകയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തു കഴിയുന്നത്. അപ്പം നമുക്കിവിടെ ചോദിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഗവൺമെൻറ് തന്നെ, മോദി ഗവൺമെൻറ് 2017 ഒരു ആരോഗ്യ നയം കൊണ്ടുവന്നു. അതായത് ദേശീയ ആരോഗ്യ നയം. ആ ദേശീയ നയത്തിൽ അടിവരയിട്ട് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്,
GDP-യുടെ 2% കേന്ദ്ര ഗവൺമെൻറ് ആരോഗ്യ മേഖലയ്ക്കായിട്ട് ഓരോ ബജറ്റിലും നീക്കിവെക്കണം. എന്നിട്ട് 2022-23 ബജറ്റ് ആയിരുന്നല്ലോ സമ്പൂർണ്ണ ബജറ്റ്, നിർമ്മല സീതാരാമൻ അവസാനം അർപ്പിച്ച സമ്പൂർണ്ണ ബജറ്റ്. അപ്പോൾ ആ 2022-23 സമ്പൂർണ്ണ ബജറ്റിൽ തന്നെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 1% മാത്രമാണ് നീക്കിവെക്കാൻ പറ്റിയത്. അതും പൊല്യൂഷൻ കൺട്രോൾ വെച്ചാൽ മാലിന്യ നശീകരണം, അതിനും ശുദ്ധജലത്തിനും വേണ്ടി ചെലവഴിച്ച ഫണ്ടുകൾ കൂടി ചേർത്തിട്ടാണ് 1% വരെയെങ്കിലും GDP-യുടെ ആക്കിയത്. അപ്പോൾ GDP-യുടെ 5% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം. കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞിനെ അതിൻ്റെ ഭ്രൂണാവസ്ഥ മുതൽ 5 വർഷം വരെ ആ കുഞ്ഞിനും കുഞ്ഞിൻ്റെ അമ്മയ്ക്കും സത്വരമായ ആരോഗ്യ സംരക്ഷണം നൽകേണ്ടതാണ്. ആ സംരക്ഷണം നൽകുന്നതിന് ഇവിടെ ഇന്ത്യയിൽ ഒരിക്കലും നടക്കാറില്ല. നമുക്കറിയാം, ഈ അടുത്ത നാളിൽ തന്നെയാണ് ശിശുക്കൾ അഗ്നിയേറ്റ് മരിക്കുന്ന സംഭവം ഉണ്ടായത്, അതും വടക്കേ ഇന്ത്യയിൽ. അപ്പോൾ ഇവിടെ ആരോഗ്യ രംഗത്ത് വളരെ കെയർലെസ് ആയിട്ട് വളരെ ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് കേരളം ഒന്നാമത് നിൽക്കുന്നത് ആരോഗ്യ രംഗത്തിൽ? അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടൊന്നും അല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇവിടെ സ്വകാര്യ മേഖലയിൽ ധാരാളം നല്ല ആശുപത്രികൾ, ആരോഗ്യ മേഖല അങ്ങനെ സമ്പുഷ്ടമാണ് സ്വകാര്യ മേഖല കൊണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ആ സ്വകാര്യ മേഖല കൊണ്ട് സമ്പുഷ്ടമായെങ്കിലും പണക്കാർക്ക് മാത്രമേ ഇവിടെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലൊക്കെ നല്ല ചികിത്സ നേടാൻ പറ്റൂ. അതേസമയത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഗവൺമെൻറ്, UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ധനമന്ത്രിയായിട്ട് KM മാണിയും പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ 2012 മുതൽ 15-16 വരെയുള്ള കാലഘട്ടത്തിൽ കൊണ്ടുവന്ന കാരുണ്യ ബെനവലൻസ് സ്കീം, കാരുണ്യ ആരോഗ്യ പദ്ധതി ഓർമ്മയുണ്ടാകും. 5 മാരക രോഗങ്ങൾക്ക് ഇൻഷുറൻസ് തുക കൊടുക്കാൻ വേണ്ടിയാണ് കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നത്. അപ്പം അങ്ങനെയുള്ള ചില ഇടപെടലുകൾ ഇവിടെ ആരോഗ്യ കേരളം നടത്തുന്നു, ഗവൺമെൻറ് നടത്തുന്നു എന്നതൊഴിച്ചാൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ നമുക്കിപ്പോൾ അറിയാം, എത്ര ശോച്യമായ അവസ്ഥയാണെന്ന്. അതുപോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കുക. 44 പുഴകളുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ തെളിനീരുമായി നടന്നിരുന്ന ഈ പുഴകളൊക്കെ ഇപ്പോൾ വിഷലിപ്തമായി പോയി. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് അതിൻ്റെ തൊട്ട് താഴേക്കടെ ഒഴുകുന്ന ഓടയിൽപ്പെട്ട് ജോയി മരിച്ചുപോയ കാര്യവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? ആരോഗ്യ മേഖലയിൽ സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിൽ പോലും വേണ്ടത്ര ഉണ്ടാകുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സംസ്ഥാന ഗവൺമെൻറ് 8% GSDP-യുടെ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം, കേന്ദ്രം 2% എന്നാണ് അന്ന് അനുശാസിക്കുന്നത്. ഇതൊരു ഹെൽത്ത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അതേ സമയത്ത് തന്നെ ഒരു ഫെഡറൽ സംവിധാനമായതുകൊണ്ട് അതിൽ കേന്ദ്രത്തിനും ബാധ്യതകളുണ്ട്. അതാണ് കേന്ദ്രം GDP-യുടെ 2% സംസ്ഥാനം GSDP-യുടെ 8% വരെ ചെലവഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ സഹായം കിട്ടാതെ, ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായം കിട്ടിയിരുന്നെങ്കിൽ പോലും ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കില്ലായിരുന്നു. അതുപോലും ലഭ്യമല്ലാതെ, അതിനുള്ള വാക്സിനേഷൻ ലഭ്യമല്ലാതെയാണ് ഇത്രയേറെ പേർ മരിച്ച് പോകുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായത്. എന്നിട്ടും ഗവൺമെൻറ് അത് നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാരണം സ്വന്തം നാട്ടിൻ്റെ നമ്മുടെ വല്ലായ്മകൾ അംഗീകരിക്കാൻ എന്തുകൊണ്ട് ഗവൺമെൻറ് മടിക്കുന്നു? അപ്പം വിദേശ പര്യടനങ്ങളിലും ഒക്കെ മുഖം മിനുക്കി നന്നായിട്ട് ശോഭിക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ വേറൊരു ഉദാഹരണം നമുക്ക് പറയാമല്ലോ. നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ പണി കഴിയുമ്പോഴും ഒക്കെ അങ്ങോട്ട് വരുന്ന വിദേശികളെ, അതുപോലെ ഓരോ പ്രാവശ്യവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ വന്നപ്പോൾ അതുപോലെയുള്ള ഓരോ പ്രധാനപ്പെട്ട വിദേശ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ഒക്കെ ഇന്ത്യയിൽ പര്യടനം നടത്തുമ്പോൾ എന്താ ഡൽഹിയിലൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതായത് ഇവർ വന്നിറങ്ങി ഇവർക്ക് ചെല്ലേണ്ട ഡെസ്റ്റിനേഷൻ വരെ ഉള്ള സ്ഥലങ്ങളിലെ സ്ലം ഏരിയകളെല്ലാം വലിയ മതിലുകൾ കെട്ടി മറയ്ക്കുക. അപ്പുറത്ത് നടക്കുന്ന എന്താണെന്ന് ഈ വിദേശ ശക്തികൾ അറിയരുത്. എന്നിട്ട് പൊങ്ങച്ചം കാണിക്കുക, മേനി നടിക്കുക. അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളിതുവരെ. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട വസ്തുതകളൊക്കെ ലോകം തിരിച്ചറിയാൻ വൈകിപ്പോകുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഹിന്ദു അവരുടേതായ മുറയ്ക്ക് പല സംസ്ഥാനങ്ങളിലും പഠനം നടത്തിയതും അമേരിക്കൻ സ്റ്റഡി സെൻറ്റർ പറയുന്നത് പോലെ, ഇൻ്റർനാഷണൽ സ്റ്റഡി സെൻറ്റർ പറയുന്നത് പോലെ ഇന്ത്യയിൽ വളരെ കൂടുതൽ മരിച്ചിട്ടുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതും.
പക്ഷെ അതിനൊക്കെ ഉപരിയാണ് ഇപ്പോൾ ഈ അഡ്വാൻസ്ഡ് സ്റ്റഡി സയൻസ് ജേണലിലൂടെ വന്നിരിക്കുന്ന ലേഖനം, ആ പഠന റിപ്പോർട്ട്. ആ പഠന റിപ്പോർട്ടും ശരിവയ്ക്കുന്നു ഈ US ഇന്റർനാഷണൽ പഠന കേന്ദ്രം പറഞ്ഞതും ഇവിടുത്തെ ഹിന്ദു പഠിച്ചു പറഞ്ഞതും ലോകാരോഗ്യ സംഘടന പറഞ്ഞതും ഒക്കെ യഥാർത്ഥത്തിൽ സത്യമാണ്. അതേസമയത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ് എപ്പോഴും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വളച്ചൊടിക്കുകയും സ്വന്തം ഗവൺമെൻറ്റിന് ഫേവറബിളായിട്ട് ഗവൺമെൻറ് വളരെ ശക്തമായ രീതിയിൽ ആരോഗ്യരംഗത്ത് ഇടപെടുന്നു എന്ന് വരുത്തത്തക്ക രീതിയിലുള്ള കണക്കുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന്. ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ആ ആരോഗ്യ നയം 2017 മുതലുള്ള ആരോഗ്യ നയം കൃത്യമായിട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ തന്നെ ഇന്ത്യയിൽ ധാരാളം എല്ലാ വില്ലേജുകളിലുമെങ്കിലും അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് വരിക, ആ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് വളരെ എക്യുപ്ഡ് ആവുക. അങ്ങനെ എക്യുപ്ഡ് ആവുകയാണെങ്കിൽ പാവപ്പെട്ട രോഗികൾക്ക്, ഇപ്പം നമുക്കറിയാം കേരളത്തിൽ തന്നെ വളരെ പോരായ്മകളുണ്ട് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുടെ പ്രവർത്തനത്തിലൊക്കെ. അത് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ സർവേ നടത്തി ഇവിടുത്തെ ആരോഗ്യരംഗത്തെ വിദഗ്ധരോ സാമ്പത്തിക രംഗത്തെ വിദഗ്ധരോ രണ്ട് പക്ഷത്തു നിന്നുള്ളവരും ഒത്തുചേർന്ന് ഒരു പഠനം നടത്തി ഒരു സർവേ നടത്തി പുറത്തു കൊണ്ടുവരേണ്ടതാണ്. കാരണം ഇവിടെ സാംക്രമിക രോഗങ്ങൾ കേരളത്തിലെ ഓരോ ദിവസവും പുതിയ പുതിയ സാംക്രമിക രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ബാധിക്കുന്നു? ഇത് തീർച്ചയായിട്ടും പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ കുറവുണ്ട്. ഖരമാലിന്യ എടുത്ത കോഴ്സസൊക്കെ ക്ലീനപ്പ് ചെയ്യുന്നതിൻ്റെ കുറവ്, അതൊന്നും ചെയ്യാത്തതാണ് പ്രധാനമായിട്ടും ഇതുപോലെയുള്ള ഈ പകർച്ചവ്യാധികളൊക്കെ ഇങ്ങനെ വ്യാപനം ഉണ്ടാകുന്നത്. എന്നിട്ട് ആ കണക്കുകൾ ഗവൺമെൻറ് മറച്ചു വയ്ക്കുന്നു. ഇതൊക്കെ നാം ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ അത്യന്താപേക്ഷിതമായിട്ടും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഇന്ത്യയിൽ മൊത്തം, കേരളത്തിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഇല്ലെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റിയും സാധാരണക്കാർക്ക് പ്രാപ്യമായവയുമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ കേസ് ഓൾ ഇന്ത്യ തലവുമായി ഒരു താരതമ്യമില്ലാത്തതാണ്. പക്ഷേ ഓൾ ഇന്ത്യ തലത്തിൽ ഈ മെഡിക്കൽ ഫെസിലിറ്റീസ് കുറവുള്ള സംസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും അവരുടെ GSDPയുടെ 8% തന്നെ ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ ഇന്ത്യ ആരോഗ്യരംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെ നടത്തും. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള പകർച്ചവ്യാധികളുടെ വ്യാപനം മറ്റ് സംസ്ഥാനങ്ങളിൽ വെട്ടിക്കുറയ്ക്കാനും നമുക്ക് കഴിയുന്നതാകുന്നു. പക്ഷേ ഇത് ഈ 2017 ഒരു ആരോഗ്യ നയം, ദേശീയ ആരോഗ്യ നയം കൊണ്ടുവന്നു. തരക്കേടില്ലാത്ത ഒരു ദേശീയ ആരോഗ്യ നയം. തരക്കേടില്ലാത്ത എന്ന് ഞാൻ പറയാൻ കാരണം GDPയുടെ 2% കേന്ദ്രം ചെലവഴിക്കുന്നു എന്നുള്ളത് ഒട്ടും പോരാ. എന്തുകൊണ്ടാണ് ഒട്ടും പോരാ എന്ന് ഞാൻ പറയുന്നത്? 144 കോടി 17 ലക്ഷം ജനങ്ങളുള്ള ലോകത്തെ ഒന്നാം ജനശക്തിയാണ്, ഒന്നാം പോപ്പുലേഷനാണ്, ജനസംഖ്യയാണ് ഈ ഇന്ത്യയിലുള്ളത്. അത്ര വലിയൊരു പോപ്പുലേഷന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഈ GDPയുടെ 2% എന്ന് പറയുന്നത് 5% വരെ ഉയർത്തേണ്ടതാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന്. സംസ്ഥാനങ്ങളുടെ 8% എന്നുള്ളത് 10%ആക്കി വർദ്ധിപ്പിക്കുന്നതും ഒട്ടും അനൗചിത്യമുള്ള കാര്യമല്ല. അപ്പോൾ എന്തായാലും ഈ അഡ്വാൻസ്ഡ് സയൻസ് ജേണലിൽ വന്നിരിക്കുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കോവിഡിനെ പറ്റി മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള 8 ഇരട്ടി, അതായത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച റേറ്റിനേക്കാൾ 8 ഇരട്ടി എന്ന് പറഞ്ഞാൽ 40 ലക്ഷത്തിൽ മുകളിൽ പോകും. അത് തന്നെയാണ് വസ്തുനിഷ്ഠമായ കണക്ക്. അതനുസരിച്ച് നാം കണക്ക് കൂട്ടണം. കേന്ദ്ര ഗവൺമെൻറ്റിന് നാം ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഈ ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് കുറവാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ മഹാജനത ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ വരുമ്പോഴാണ് നാം ആഗ്രഹിക്കുന്നത് പോലെ നാം അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു ഭരണ ചക്രം നമുക്ക് കിട്ടുക.